ആമസോണിൽ ഞാൻ വാങ്ങിയിട്ട് എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുള്ള 2 പ്രൊഡക്ട്സാണ് ഞാനിന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. നമുക്കെപ്പോഴും ഈ സോഫ വാങ്ങുമ്പോഴുള്ള അതിൻ്റെ ഒരു കളറിലുള്ള കൺസേൺ എന്ന് പറയുന്നത് എപ്പോഴും കുട്ടികൾ മൂത്രം ഒഴിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തട്ടിമറിയുക, ചായ, ജ്യൂസ്, ഈവൻ വെള്ളമൊക്കെ തട്ടിമറിയുക, എന്നിട്ട് അതിൽ അഴുക്കാവുക, അല്ലെങ്കിൽ കറ പിടിച്ചിരിക്കുക, ഇങ്ങനത്തെയൊക്കെ ആയിരിക്കുമല്ലോ നമ്മുടെ ഏറ്റവും വലിയ കൺസേൺ ഈ സോഫയൊക്കെ വാങ്ങുമ്പോൾ. അതിനുള്ള ഒരു സൊല്യൂഷനാണ് ഇപ്പം ഞാൻ ഈ കാണിച്ചു തരുന്നത്. ഈ വാട്ടർ പ്രൂഫായിട്ടുള്ള സോഫ കവർ വളരെ നല്ല സംഭവമാണ്, നല്ല ക്വാളിറ്റിയാണ്. അതിൻ്റെ മെറ്റീരിയൽ ആണെങ്കിലും നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നീങ്ങിപ്പോകുന്ന അങ്ങനത്തെ മെറ്റീരിയലൊന്നുമല്ല, നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റാണ്. അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ്. ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം. നല്ല മെറ്റീരിയലും അതുപോലെ തന്നെ കണ്ടില്ലേ, ഇതിൻ്റെ ഇപ്പുറം എന്തെങ്കിലും ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്തേക്ക് പോവില്ല. അത് ഞാനിപ്പോൾ ഇത് കാണിച്ചു തരാം. ഇതിലൊഴിച്ചിട്ട് തന്നെ നമുക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് താഴേക്ക് വരുന്നുണ്ടോ എന്നുള്ളത്. മാത്രമല്ല, നമ്മൾ വാങ്ങുമ്പോൾ ഇതിന് കുറേ ക്വാളിറ്റീസ് അവർ പറയുന്നുണ്ട്, അതൊക്കെ ഇതിനുണ്ട്. ഞങ്ങൾ കുറേ ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ കണ്ടില്ല, നല്ല ഭംഗിയായിട്ടല്ലേ ഇരിക്കുന്ന. ഒന്ന് അവർ പറയുന്നത് സോഫേനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ബ്ലാങ്കറ്റായിട്ട് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ യൂസ് ചെയ്യാം. നല്ല കട്ടിയുള്ളൊരു സംഭവമാണിത്. പിന്നെ അതിൽ ഡസ്റ്റ് പ്രൂഫാണ്, പൊടികളൊന്നും പിടിക്കില്ല, പിന്നെ കറ അങ്ങനെ പിടിക്കില്ല, അതൊക്കെ ശരിയാണ്. ഇത് പിന്നെ ഈസി വാഷാണ്. അതൊക്കെ ഞാൻ ഇതിൽ കാണിച്ചു തരാം. നമുക്ക് വാഷ് ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ അതിൻ്റെ കച്ചറകളൊക്കെ അങ്ങോട്ട് പോയി കിട്ടും. പിന്നെ പെറ്റൊക്കെ ഉള്ളവരുണ്ടാവില്ലേ, പൂച്ച, നായ, അങ്ങനത്തെ ഒക്കെ, അതിന് ഡാമേജ് വരുത്തില്ല. പെറ്റ് ഡോഗ്സ് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ കയറി ഈ സോഫയുടെ മേലെ ഇരുന്നാലും ഈ സംഭവത്തിന് കവറിൽ ഡാമേജ് ഒന്നും വരത്തില്ല, അല്ലെങ്കിൽ സോഫയിലേക്കും ആ ഒരു ഡാമേജ് ഒന്നും പോവില്ല. അങ്ങനെയൊക്കെ അതിൽ പറയുന്നുണ്ട്. നമ്മൾക്ക് പെറ്റിൻ്റെ സംഭവം അറിയില്ല, പക്ഷേ ബാക്കിയെല്ലാം ശരിയാണ്. അപ്പോൾ അതും ശരി തന്നെ ആയിരിക്കും. പിന്നെ സൈസസ് ആണെങ്കിലും നമ്മളുടെ സോഫയുടെ സൈസ് അനുസരിച്ചിട്ട് ക്ലോത്താണ്, അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും. നമ്മുടെ ഈ സോഫ എന്ന് പറയുന്നത് എൽ ഷേപ്പിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൽ 3 സീറ്റർ ഒരു സൈഡിലേക്ക് വരുന്നത്, അപ്പോൾ അതിനനുസരിച്ചിട്ട് ആ ഒരു സൈസിലുള്ളത് വാങ്ങി ഈ ക്ലോത്ത്, ദെൻ മറ്റേ ഒന്ന് സെപ്പറേറ്റ് ചെറിയ ഒന്ന് വാങ്ങി, എന്നിട്ട് അങ്ങനെയാണ് നമ്മൾക്ക് എന്താണോ സൈസ് അതിനനുസരിച്ചിട്ട് വാങ്ങിയിട്ട് നല്ല ഫിറ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് അവിടെ കിടക്കും. നല്ല ഭംഗിയായിരിക്കും. ഇത് എടുത്ത് മാറ്റേണ്ട കാര്യമൊന്നുമില്ല. ആരെങ്കിലും വരുമ്പോൾ പിന്നെ നമ്മൾ ഇരുന്നാലൊക്കെ കണ്ടില്ല, അത് മൂവ് ചെയ്ത് പോകുന്നില്ല, അങ്ങനെ തന്നെ അവിടെ ഫിറ്റായിട്ട് തന്നെ അവിടെ ഇരിക്കും. ഇത് എടുത്ത് മാറ്റിയില്ലെങ്കിലും നല്ല ഭംഗിയായിട്ടിരിക്കുന്നത് കൊണ്ട് ഒന്നും കുഴപ്പമൊന്നുമില്ല. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിലോരോന്നും ഒഴിച്ചിട്ട്. സാധാരണ നമ്മൾ ഒന്ന് വെള്ളം, പിന്നെ ജ്യൂസ്, പിന്നെ കോഫി, ഇത്രയല്ലേ. കോഫി അല്ലെങ്കിൽ ചായയൊക്കെ അല്ലേ മറിയുക. അപ്പോൾ വെള്ളം കണ്ടില്ലേ, വെള്ളം നമ്മളങ്ങ് ഒഴിച്ച് കൊടുത്തപ്പോൾ അതിൻ്റെ അരുവിലേക്ക് അങ്ങോട്ട് സൈഡിലേക്ക് അങ്ങോട്ട് മൂവ് ചെയ്ത് പോവുകയാണ് ചെയ്തത്. അങ്ങനെ അങ്ങോട്ട് അതിലേക്ക് അങ്ങോട്ട് വരുന്നില്ല. ദെൻ ജ്യൂസ് ധൈര്യത്തിൽ ഒഴിക്കുകയാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, എനിക്ക് അത്ര കോൺഫിഡൻറ്റ് ആയതുകൊണ്ടാണ്, ഞാൻ കോൺഫിഡൻ്റ് ആയിട്ടാണ് ഇത് ഒഴിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അത് കണ്ടില്ലേ, അത് അങ്ങനെ നോക്കാം, നമുക്ക് ഇതെടുത്തിട്ട് നോക്കാം, അപ്പോഴാണ് താഴേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളത് അറിയാമല്ലോ. ഇനി കോഫി ഇത് നല്ല കടുപ്പത്തിലുള്ള കോഫി തന്നെയാണ് ഞാൻ ഒഴിക്കുന്നത്. അപ്പോൾ അത് ഒഴിച്ചേ. ഇനി ഞാൻ ഇത് സോഫ കവറൊന്ന് ഇതിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് അടിയിലേക്ക് ഇതിൻ്റെ കറ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. വന്നിട്ടുണ്ടെങ്കിൽ അറിയാലോ അവസ്ഥ. അപ്പോൾ എനിക്കത്ര ആത്മവിശ്വാസത്തോടു കൂടെയാണ് ഞാൻ പറയുന്നത്, എന്തായാലും വരില്ല. കണ്ടില്ലേ, ഒരു സാധനവും താഴേക്ക് വരില്ല. അപ്പോൾ എനിക്ക് അത്രയും ഇത് ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ള ഒരു സംഭവമാണ്. ഇനി അതിൻ്റെ കറകളൊക്കെയും നമുക്ക് പോവാനും വേഗം ഇതിൽ നിന്ന് പോവും. അത് സ്റ്റെയിൻ പ്രൂഫ് എന്ന് അവർ പ്രത്യേകം പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ജസ്റ്റ് മെഷീൻ വാഷാണ്, അതിലൊന്നങ്ങോട്ടിട്ട് വാഷ് ചെയ്താൽ തന്നെ ആ കറകളൊക്കെ പോവും. അത് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ അത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി എനിക്ക് അടുത്ത വേറൊരു പ്രൊഡക്റ്റാണ് കാണിച്ചു തരാനുള്ളത്. ഇങ്ങനത്തെ ഈ വലിയ വാട്ടർ ബോട്ടിൽ, ഈ 5 ഗാലൻ്റെ ഒക്കെ വാട്ടർ ബോട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളാവുമ്പോൾ, എസ്പെഷ്യലി നമ്മൾ ഈ ഫ്ലാറ്റിലൊക്കെ നിൽക്കുന്നവർക്കാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം വരിക. അപ്പോൾ അത് എവിടെയൊക്കെ വെക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനായിരിക്കും. ഒരു വൃത്തിയിൽ അതിനെ വെക്കാൻ, അത് വീട്ടിൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് ചെയ്യുക. അതിനെ ഇങ്ങനെ വൃത്തിയായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാനുള്ളൊരു റാക്കാണ് ഞാൻ നിങ്ങൾക്ക് ഇനി കാണിച്ചു തരുന്നത്. ഈ സംഭവം നല്ല നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ ബോട്ടിൽസൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ എസ്പെഷ്യലി അവർക്ക് നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു സാധനമാണ്. വലിയ റേറ്റൊന്നുമില്ല. ഇതിൻ്റെയും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. ഇത് വാങ്ങിയതിൻ്റെ ശേഷം എനിക്ക് വീട്ടിൽ കുറച്ചും കൂടെ ഒരു സ്പേസ് കിട്ടിയ ഒരു ഫീലായിരുന്നു. കാരണം ഈ സംഭവമൊക്കെ ഇതിൻ്റെ മേലെ ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെച്ചാൽ നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് ഒതുങ്ങിയൊരു ഭാഗത്ത് കിടക്കും. അപ്പോൾ കുറച്ചുകൂടെ സ്പേഷ്യസ് ആവുമെന്ന് മാത്രമല്ല, ഇതൊരു ഭാഗത്ത് അങ്ങോട്ട് വെച്ചാൽ മതിയല്ലോ, ചെറിയൊരു സ്ഥലമല്ലേ ഇതിന് വേണ്ടൂ. കാലി ബോട്ടിലൊക്കെ ആണെങ്കിലും അതിൻ്റെ മേലെ ഇങ്ങനെ വെക്കാം. കുറച്ച് സ്പേഷ്യസ് ആവുമെന്ന് മാത്രമല്ല, നല്ലൊരു ഭംഗി കൂടെ നമ്മുടെ വീടിന് ഇത് തരും. ആവശ്യമുള്ള ബോട്ടിൽ മാത്രം എടുത്ത് നമുക്ക് പുറത്തേക്ക് വെച്ചാൽ മതി.
ഇനി നമ്മുടെ വാഷൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഈ സോഫ കവറൊന്നും കാണിച്ചു തരാം. ഇതിൽ ഫെയ്ഡ് ആവില്ല, എത്ര വേണേലും വാഷ് ചെയ്യാം, യാതൊരു വ്യത്യാസവും വരില്ല മെറ്റീരിയലിനൊന്നും. പിന്നെ ശ്രിങ്ക് ആവും, ഇങ്ങനെ ചുളിഞ്ഞു പോവില്ല, അതൊക്കെ അവരതിൽ പറയുന്ന സംഭവമാണ്, ഒക്കെ ശരിയാണ്. ഇത് ഉണങ്ങിയിട്ടില്ല കേട്ടോ, ഉണങ്ങുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരികയാണേ. പിന്നെ ഇത് പെട്ടെന്ന് ഡ്രൈ ആവും, നമ്മൾ അങ്ങനെ വാഷിംഗ് മെഷീനിലാണ് ഇടുന്നതെങ്കിൽ വേഗം തന്നെ ഡ്രൈ ആയി കിട്ടുകയും ചെയ്യും, കുറേ സമയമൊന്നും എടുക്കില്ല. ഇപ്പം നോക്കി എവിടെയൊന്നും കറകളൊന്നും ഇല്ല.